ആശിഷമേകും വിശുദ്ധ ദിനം. സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം. കർത്താവിനെ ആരാധിക്കുന്ന സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം. കർത്താവിനെ ആരാധിക്കുന്ന കർത്തൃദിനമാശവ ആശിഷമേകും വിശുദ്ധ ദിനം. കർത്തൃദിനമാശവ ആശിഷമേകും വിശുദ്ധ ദിനം. ദൈവത്തെ
ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലാണച്ച് കുമ്പിടുന്നു. ആമേൻ. സ്തുതിപ്പിൻ നന്മ ദൈവത്തെ, സ്തുതിപ്പിൻ സൃഷ്ടി സർവ്വമേ, സ്തുതിപ്പിൻ സ്വർഗ സംഗമേ. നാഥൻ സുതൻ ശുദ്ധാത്മനേ. ആമേൻ. ഞങ്ങളുടെ മഹാപരിശുദ്ധനും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവമേ, നിന്റെ വിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾ ഈ വിശുദ്ധ ശബദിൽ സന്നിഹിതരായിരിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് പരിശുദ്ധാത്മാവ് അധ്യക്ഷം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും, ലോകത്താകമാനം ഈ ദൂതുകൾ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെയും, അവരുടെ എല്ലാ അനിഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒരു വിടുതൽ ചെയ്തുകൊണ്ട്, കർത്താവെ, ഞങ്ങൾ നൽകുന്ന സന്ദേശം ദൈവാനുഗ്രഹമായി തീരുന്നതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം. യേശുവിൻ്റെ സാന്നിധ്യം ദൈവാത്മാവും മുഖാന്തരം ഞങ്ങൾ അനുഭവിക്കുന്നതിനിടയാക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. വീണ്ടും ഒരു മനോഹരമായ ശബദ ദിവസം കൂടെ കാണുവാൻ പരിശുദ്ധനായ ദൈവം നമുക്കേവർക്കും ജീവനെ ദാനമായി നൽകി. ആയിരക്കണക്കിന് പേർ, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് പേർ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാതെ അന്ധന്മാരായി ഇരുളിൽ വസിക്കുന്ന ഈ അന്ത്യനിമിഷങ്ങളിൽ ദൈവത്തിന് കൊള്ളാകുന്നവരും സത്യമറിയുന്നവരുമായ ഒരു ശേഷിപ്പ് ദൈവത്തെ ശബദിൽ ആരാധിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷകളിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും കൂട്ടിവരുത്തിയിരിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുന്നു. സ്വദേശത്തും വിദേശത്തും വിദൂരതയിലുമൊക്കെ ഇരുന്ന് ഇന്നത്തെ വചന ശുശ്രൂഷ ശ്രവിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദാവീദിന്റെ സങ്കീർത്തനം ഇപ്രകാരം നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നു: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നവർ ആരാണ് എന്ന ദൈവത്തിൻ്റെ ചോദ്യത്തിന് സങ്കീർത്തനക്കാരൻ എത്ര വ്യക്തമായ മറുപടിയാണ് പ്രിയപ്പെട്ടവരെ നൽകുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുവാൻ കഴിയുന്ന വിശുദ്ധന്മാരായി എണ്ണപ്പെടുവാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതിന് ഇന്നത്തെ ഈ ശബദിൻ്റെ കൂട്ടായ്മ, ഈ ആരാധന, ഈ വചനധ്യാനം എല്ലാവർക്കും വലിയൊരു നന്മയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് ആത്മാവിൽ നിറവോടെ നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 89-ാമത്തെ പാട്ട് നമുക്ക് ഏവർക്കും ചേർന്ന് ആമുഖമായി, ആരാധനയുടെ തുടക്കമായി നമുക്ക് ഏവർക്കും ചേർന്ന് ഒരുമിച്ച് ആലപിക്കാം. 89 ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജ. ഉണർവിൻ പ്രഭുവേ ഉണർവിൻ രാജ, വന്നിടണേ ദയവാ. ഇഴകളിൻ സഭയിൽ വന്നിടണേ ദയവാ. ഇഴകളിൻ സഭയിൽ ഉണർവറ്റുറങ്ങുന്നയ്യോ, മാറുന്നു തിരുകൃപകൾ.
പൂർവപിതാക്കളിൽ പകർന്ന ഉണർവിനെ പകരണമാത്മനാഥ. പൂർവപിതാക്കളിൽ പകർന്ന ഉണർവിനെ പകരണമാത്മനാഥ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവാ. ഏഴകളിൻ സഭയിൽ വന്നിടണേ ദയവാ. ഏഴകളിൻ സഭയിൽ വേട്ടയാലോടി തളർന്ന പേടമപ്പോളിതാ ഞാൻ. വേട്ടയാലോടി തളർന്ന പേടമപ്പോളിതാ ഞാൻ. വരുന്നു ആദരവാൽ തിരുസവിധേ, ആശ്വാസദായകനേ. വരുന്നു ആദരവാൽ തിരുസവിധേ, ആശ്വാസദായകനേ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവാ. ഏഴകളിൻ സഭയിൽ വന്നിടണേ ദയവാ. ഏഴകളിൻ സഭയിൽ ആകാശമേഘങ്ങളിൽ ആരുടനായി വരുമ്പോ, ആകാശമേഘങ്ങളിൽ ആരുടനായി വരുമ്പോ, അങ്ങയെ മോദമായി സ്വാഗതം ചെയ്യുവാൻ അനുദിനമൊരുക്കണമേ. അങ്ങയെ മോദമായി സ്വാഗതം ചെയ്യുവാൻ അനുദിനമൊരുക്കണമേ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവാ. ഏഴകളിൻ വന്നിടണേ ദയവാ. ഏഴകളിൻ സഭയിൽ. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിനായി നമുക്കേവർക്കും വേദപുസ്തകത്തിൽ നിന്നും മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. തിരുവെഴുത്തുകൾ ഇപ്രകാരം പറയുന്നു: ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമത്രേ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എത്ര അർത്ഥവത്തായ ഒരു വേദഭാഗമാണ് വായിപ്പാൻ ദൈവം നമുക്ക് നൽകിയത്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഏറ്റവും മനോഹരമായ മറ്റൊരു ശബദ ദിവസം കൂടെ കാണുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നൽകിയ ദൈവകൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയ പിതാവേ, ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാതെ സാത്താൻ അനേകരുടെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു. അവൻ ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്, അനേകരെ അന്ധകാരത്തിൻ്റെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ഒരു ചെറിയ ശേഷിപ്പ് ഈ അന്ത്യനാളുകളിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ 7-ാം ദിവസം, അത് യഹോവയുടെ ദിവസം, അന്ന് ഒരു വേലയും ചെയ്യാതെ, സ്വന്തം കാര്യാദികൾ നോക്കാതെ, വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കാതെ, ഇത് യഹോവയുടെ ദിവസം എന്നറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാ ലോകങ്ങളിലും, കർത്താവ്, എല്ലാ
രാജ്യങ്ങളിലും ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ അനുസരണമുള്ള മക്കളെ മാനിക്കും എന്ന് ഞങ്ങളെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ പിതാവേ, ഇന്ന് പകൽക്കാലം ഇപ്രകാരം ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാവരും ഒരുപോലെ ദൈവത്തെ മറന്നുപോയ ഈ അന്ത്യനാളുകളിൽ ദൈവത്തെ അറിയുന്ന, ദൈവത്തെ അനുസരിക്കുന്ന ഒരു ചെറിയ ശേഷിപ്പായി നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയ പിതാവേ, ഇന്ന് ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഓ, ദൈവത്തിൻ്റെ വചനം എത്ര മഹത്വത്തോടെ ഞങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവമേ, നാശത്തിൻ്റെ വഴി അത് വിശാലവും അതിലൂടെ സഞ്ചരിക്കുന്നവർ അനേകരുമാണ്. എന്നാൽ നിത്യജീവന്റെ വഴി അത് ഞെരുക്കമുള്ള പാതയാണ്, അതിലൂടെ കടന്നു പോകുന്നവർ ചുരുക്കമത്രേ. അപ്രകാരം ദൈവത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കുന്ന ചുരുക്കം ചില ശേഷിപ്പായിരിക്കുവാൻ, ഏഴാം ദിന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി നിലനിൽക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവേ, ഈ മഹത്വമേറിയ പദവിയുടെ വക്താക്കളായി ഈ അന്ത്യനാളുകളിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും ധീരതയോടെ വിളിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങളുടെ ആരാധനയെ അവിടുന്ന് സ്വീകരിക്കണം, ഞങ്ങളെ അവിടുന്ന് ആത്മാവിൽ നിറയ്ക്കണം. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അധികമായ ശക്തിയെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം വചനം ധ്യാനത്തിലൂടെ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ പിതാവേ. അത് അനേകർക്ക് നന്മയായി തീരുവാൻ, അനേകർ എഴുന്നേൽക്കുവാൻ, അനേകർക്ക് പ്രചോദനം പകരുവാൻ, ആത്മാവിൻ്റെ വിളി ഏറ്റെടുക്കുവാൻ എല്ലാവരെയും അവിടുന്ന് ഇടവരുത്തുമാറാകണം. കേൾവിക്കാരായ പ്രിയപ്പെട്ടവരെ, പ്രയാസത്തിൻ്റെയും ശോധനയുടെയും വെല്ലുവിളികളുടെയും നടുവിൽ കഴിയുന്ന അനേക കുടുംബങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. ക്രിസ്തുവിൽ ധൈര്യപ്പെടുവാൻ, യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് എല്ലാവരെയും ഇന്ന് പകൽക്കാലം ഇടവരുത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സമയം ഒരു പ്രത്യേക ഗാനം നമുക്ക് ഏവർക്കും വേണ്ടി ഒരിക്കൽ കൂടെ കേൾക്കാം. ആ പാട്ട് പാടുന്നതിനായിട്ട് ഞാൻ മിസ്സിസ് എമിലി സെഡ്രിക്കിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്വച്ഛമാം ജലവും നൽകി, പച്ചപ്പുൽമേടുകളിൽ നിന്നെ നടത്തി. സ്വച്ഛമാം ജലവും നൽകി. ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഞാൻ നിന്നെ കൈവിടുമോ?
ക്ഷേമമായി നടത്തിയില്ലേ. ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ. എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ. എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ. വഴിയരികിൽ നീ കിടന്നപ്പോ പലരും നിന്നെ കണ്ടു മാറിപ്പോയി. വഴിയരികിൽ നീ കിടന്നപ്പോ പലരും നിന്നെ കണ്ടു മാറിപ്പോയി. ആ നേരവും നിന്റെ ചാരെ ഞാൻ വന്നു, മൃദുവായി കാതിൽ ചൊല്ലി. ആ നേരവും നിന്റെ ചാരെ ഞാൻ വന്നു, മൃദുവായി കാതിൽ ചൊല്ലി. ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ, ഞാൻ നിന്നെ കൈവിടുമോ. എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ. എണ്ണമില്ലാതുള്ള നന്മകൾ തന്നില്ലേ, ഞാൻ നിന്നെ കൈവിടുമോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും മനോഹരമായ പാട്ട് പാടിയ പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധമായ നന്ദിയും ദൈവകൃപയും ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു. കർത്താവ് ഈ പ്രിയപ്പെട്ട ഒരു ശുശ്രൂഷയെ ധാരാളമായി മാനിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മോട് വചനം ശുശ്രൂഷിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതനായ ഒരു ശുശ്രൂഷകനാണ്, പാസ്റ്റർ AJ ടിറ്റോ ആറാട്ടുകുളം. അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വളരെ പരിചിതനായ ഒരു ദൈവദാസനാണ്. അനേക സുവിശേഷ പരമ്പരകളിൽ, അനേക കൺവെൻഷനുകളിൽ, അനേക സഭകളിൽ, പല രാജ്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനവുമായി ധൈര്യത്തോടെ നിൽക്കുവാൻ, അനേക യൗവനക്കാർക്ക് മാതൃകയായി നിലനിൽക്കുവാൻ ദൈവം എടുത്തുപയോഗിച്ച പ്രിയപ്പെട്ട ഒരു ദാസനാണ്. തൻ്റെ പ്രായാധിക്യത്തിലും തൻ്റെ പ്രയാസങ്ങളുടെ നടുവിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ പ്രിയദാസൻ കടന്നു വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഇന്ന് നമുക്ക് വചനം ശ്രവിക്കാം. അദ്ദേഹത്തിൻ്റെ വചനധ്യാനം, ആ വചനദൂത് അനേകർക്ക് നന്മയായി തീരട്ടെ, അനേകർക്കൊരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ സമയം വചന ശുശ്രൂഷയ്ക്കായിട്ട് പാസ്റ്റർ AJ ടിറ്റോ അവറുകളെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ മനോഹര ശബദിൽ അനവധി സുപരിചിത മുഖങ്ങളെ കാണുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം അഖിലാണ്ടത്തിലെ രാജാവിനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ നിങ്ങൾക്കും ലോകത്തെമ്പാടും എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം രേഖപ്പെടുത്തും. ഈ അവസരത്തിന് ആലപ്പുഴ പത്തനംതിട്ട സഭാ ഭാരവാഹികളെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നാം വളരെ സംഭീതമായൊരു ലോകത്തിൽ ജീവിക്കുകയാണ്. ഈ സംഭീതമായ സ്ഥിതിവിശേഷത്തിൽ COVID-19 അത്യാക്രമണത്തിൽ മാനവരാശി തകർന്ന് താളടിയായി നിരാശയുടെ പടുകുഴിയിലകപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദ ബ്രോഡ് വേ അജണ്ട ആൻഡ് ദ നാരോ പാത്ത്. The broad way agenda and the narrow path. വിശാല വഴിയും ഇടുക്കു വഴിയും. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ആ ദീർഘകായ പ്രമേയത്തിൽ
രണ്ട് വസ്തുതകളെ അവതരിപ്പിക്കുകയാണ്. ഏദൻ പർദീസയിൽ ആദമിനോടും ഹവ്വയോടും അഖിലാണ്ടത്തിൻ്റെ ദൈവം പ്രസ്താവിച്ചു, ഈ തോട്ടത്തിലെ മുഴുവൻ കായ്കനികൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ഉൽപ്പത്തി 3:5. വിശുദ്ധ വേദപുസ്തകം ഖണ്ഡിതമായി പ്രഖ്യാപിക്കുകയാണ്. വലിയ അവസരം. ഏദൻ പർദീസയുടെ ആ മനോഹാരിതയിൽ അതിൻ്റെ സർവ ഫലങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഇന്ന് മനുഷ്യർ ജലപ്രളയത്തിന് ശേഷം മാംസാഹാരികളും നരഭോജികളുമായി തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏദൻ പർദീസ ഒരു സസ്യാഹാര നിബിഡിതമായ ആഹാരത്തെയും ശുദ്ധജലത്തെയുമാണ് ആഹാരമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. We can see a pro-vegetarian diet and the beautiful, wonderful water as a part and as the menu of the then people, the first parents. ഇന്ന് 6000 കൊല്ലത്തെ കാലഘട്ടത്തിലെ പാപത്തിന് ശേഷം മനുഷ്യർ വൈകൃതമായിട്ട് എന്തിനേയും തിന്നുന്ന ഈ കാലഘട്ടത്തിൽ 1 കൊരിന്ത്യർ 10:31 നിങ്ങൾ ശ്രദ്ധയോടുകൂടെ വായിക്കുകയും കേൾക്കുകയും ചെയ്തിരിക്കണം. 1 കൊരിന്ത്യർ 10:31. 1 Corinthians 10:31. Where therefore eat or drink and eat all to the glory of God. വായിക്കാം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. Glory to God. Hallelujah. എല്ലാം ദൈവനാമ മഹത്വം. നിങ്ങളുടെ വായന, നിങ്ങളുടെ വിവാഹ ജീവിതം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ ലൈംഗിക ജീവിതം, നിങ്ങളുടെ പെരുമാറ്റച്ചട്ടങ്ങൾ, നിങ്ങളുടെ മറ്റ് സഹജീവികളോടുള്ള ഇടപെടൽ, നിങ്ങളുടെ പാസ്റ്റർമാരെയും മൂപ്പന്മാരെയും ബഹുമാനിക്കുന്നത്, നിങ്ങളുടെ അധ്യാപകരെ ബഹുമാനിക്കുന്നത്, ഭരണാധികാരികളെ ബഹുമാനിക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരെ ബഹുമാനിക്കുന്നത്, എന്തായാലും എല്ലാം ദൈവനാമ മഹത്വത്തിന്. Every activity, whether it is plus or minus, is to be oriented towards this goal. എന്താണ് ഈ വിശാലപാത? വാട്ട് ഈസ് ദ ബ്രോഡ്വേ? നമ്മൾ എറണാകുളത്ത് ബ്രോഡ്വേ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന CSI പള്ളിയുടെ അറ്റം മുതൽ എറണാകുളം മാർക്കറ്റിൻ്റെ തുടക്കം വരെ കുറിക്കുന്ന ഭാഗത്ത് ബ്രോഡ്വേ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല ബ്രോഡ്വേകളുമുണ്ട്. ചിലപ്പോൾ അത് മഹാത്മാഗാന്ധി സ്ട്രീറ്റ് എന്നറിയപ്പെടും. ഈ ബ്രോഡ്വേയിൽ എന്താണ്? CSI പള്ളി കഴിഞ്ഞാൽ തുണിത്തരങ്ങളുടെ കേന്ദ്രങ്ങൾ, ഖാദിയുടെ കേന്ദ്രങ്ങൾ, പ്രസ്സിൻ്റെ കേന്ദ്രങ്ങൾ, അനവധി ഫ്രൈഡ് ഫ്രൂട്ട്സിൻ്റെ ഈ അണ്ടിപ്പരിപ്പുകളുടെ വൈവിധ്യമാർന്ന അതിൻ്റെ കൂട്ടം, മനോഹാരിതമായ മെറ്റൽ ഷോപ്പുകൾ, ലേഡി സ്പെഷ്യൽ ഷോപ്പുകൾ, സൽവാർ കമ്മീസുകളുടെ ഷോപ്പുകൾ, വളരെ ആലങ്കാരികമായ ആഭരണങ്ങളുടെ കേന്ദ്രങ്ങൾ, ജോസാലൂക്കാസ് മുതലായ AKP മെറ്റൽസ് മുതലായ അവരുടെ എല്ലാം കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നതിനിടയായിട്ടുണ്ട് എറണാകുളത്ത്. ജോസ് ബ്രദേഴ്സ് അവരുടെ ശാഖ, ഇങ്ങനെ വൈവിധ്യമാർന്ന ശാഖകൾ. അതിൻ്റെ അടുത്ത് വൈവിധ്യമാർന്ന കായികനികളുടെയും അതുപോലെ ഫലങ്ങളുടെയും ഷോപ്പുകൾ. ഇതാണ് ബ്രോഡ്വേ. നമ്മൾ കുറ്റപ്പുഴയിലോ എരമല്ലൂരോ ഒറ്റമശ്ശേരിയിലോ ചേർത്തലയിലോ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിലോ എന്നും ഇപ്രകാരം അലങ്കൃതമായ ഷോപ്പുകളും വൈവിധ്യ അലങ്കാരങ്ങളോടുകൂടിയുള്ള തുണിത്തരങ്ങൾ അടങ്ങുന്ന ജൗളിക്കടകളുമെല്ലാം കണ്ടുമുട്ടുകയില്ല.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് ഒരു സുപ്രധാന പ്രസ്താവന യേശു ക്രിസ്തു നിർവഹിക്കുന്നു. A cardinal proclamation on the Sermon on the Mount, ഗിരിപ്രഭാഷണത്തിലെ യേശു ക്രിസ്തു പ്രസ്താവിച്ചത് നമ്മൾക്കൊന്ന് നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. Matthew the 7th chapter 13 and 14 verses. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വീതിയുള്ളത്, വഴി വിശാലവും വഴി വിശാലം, അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. Plenty of people are entering through this broad way, broad gauge system. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ, But there is a contrast. ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളത്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. Those who find and enter into and reach this narrow path is few in number, very limited number of people. വിശാല വഴിയില് എണ്ണാത്ത ജനം സഞ്ചരിക്കുകയാണ്. Multitudes of people, nations, people in wide varieties of dresses. ഞങ്ങളുടെ കോളേജിൽ ഓഗസ്റ്റ് 15 മുതലായ ദിവസങ്ങളിൽ അവരവരുടെ വേഷം ധരിച്ചുകൊണ്ട് വരുന്നതിന് കോളേജ് ഭരണാധികാരികൾ അറിയിക്കും. മണിപ്പൂരികൾ അവരുടെ വേഷം, മലയാളികൾ അവർ, തമിഴ് ഭാഷക്കാരവർ, ബംഗാളികൾ അവരുടെ വേഷം, വടക്കേ ഇന്ത്യക്കാർ അവരുടെ വേഷം, വൈവിധ്യമാർന്ന വേഷങ്ങളോടുകൂടെ വളരെ ആകർഷകമാണ്. ബാക്കി എല്ലാവരും യൂണിഫോമിലാണ് അല്ലാത്ത ദിവസങ്ങളിൽ. നിങ്ങൾ സെയിൻറ്റ് മേരീസ് സ്കൂളിൽ, തിരുമല അഥവാ കോട്ടൺ ഹിൽ ഗേൾസ് സ്കൂളിൽ നിങ്ങൾ ഹഠാത് ആകർഷിക്കും. കാരണം യൂണിഫോം ധാരികളായ വിദ്യാർത്ഥിനികൾ വളരെ അച്ചടക്കത്തോടുകൂടി അവർ കടന്നു പോന്ന് തിരിച്ചു പോകുന്നത്. ബാൻഡ് മേളങ്ങളോടുകൂടെയുള്ള അസംബ്ലികൾ, വൈവിധ്യമാർന്ന സ്ഥിതികൾ. വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, you have to be cautious, alert, warning. ചങ്ങനാശ്ശേരി റോഡിൽ കൂടെ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വാർണിംഗ് ഉണ്ട്. എന്താണ്? ജലപ്രളയകാലത്ത് വലിയ മഴ പെയ്യുമ്പോൾ സൂക്ഷിക്കുവിൻ, റോഡ് മുങ്ങിപ്പോകുവാൻ. റോഡ് ഈസ് ഇമേഴ്സിബിൾ, സോ ബി കെയർഫുൾ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയുടെ കളക്ടർ ആ നിർദ്ദേശം അവഗണിച്ച് അദ്ദേഹത്തിൻ്റെ കാറ് വിട്ടു. അദ്ദേഹം മുങ്ങി മരിക്കുവാനിടയായി. പ്രിയമുള്ള സ്നേഹിതരെ, the entire world is in a dilemma and flooded with Broadway agenda today. എന്താണ് ഈ വിശാലപാതയുടെ പരിപാടികൾ, വൈവിധ്യമാർന്ന പദ്ധതികൾ? അവിടെ വിഗ്രഹാരാധന നിലനിൽക്കുകയാണ്. അവിടെ മനുഷ്യനിർമ്മിതമായ പള്ളികളും അമ്പലങ്ങളുമെല്ലാം ആധിപത്യം വഹിച്ചുകൊണ്ട് ദൈവത്തെ 2-3 സ്ഥാനങ്ങളിലേക്ക് തള്ളിത്തകർത്തിരിക്കുകയാണ്. The God Almighty is pushed aside, and human traditions and human rituals are taking the priority chair. എന്താണ് ഇന്നത്തെ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അപകടം? Today's Christianity is Christless Christianity. യേശു ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനിത്വം. യേശു ക്രിസ്തുവിനെ പറ്റി സുധൈര്യം പാടി പ്രഖ്യാപിക്കുന്ന പ്രൊട്ടസ്റ്റാന്റുകാര് വേദരഹിതമായ പാതയിലൂടെ അറിയാതെ ഒരു ബ്രോഡ്വേജ് അജണ്ടയിൽപ്പെട്ട് ഒരു അപകടത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. ദൈവകൽപ്പനകളെ അധിക്ഷേപിക്കുന്ന പ്രൊട്ടസ്റ്റാന്റ് മതത്തിന് അയ്യോ കഷ്ടം. പരീശന്മാരും സദൂക്യന്മാരും
ശാസ്ത്രികളും യേശുക്രിസ്തുവിൻ്റെ ആധികാരികമായ ദൈവികത്വത്തെയും സാബത്തിന്റെ കർത്താവെന്നുള്ള അവൻ്റെ അതിശ്രേഷ്ഠമായ പദവിയെയും നിർവീര്യമാക്കിക്കൊണ്ട് ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നാണ് പ്രഖ്യാപിച്ചത്. The old religions, the scholars, the Pharisaical scholars and the Sadducees, they accused Jesus of blasphemy, but he was spotless. നിഷ്കളങ്കനായ മനുഷ്യരാശിയുടെ ജീവദായകനായ വസ്ത്രത്തിന്മേൽ രക്തത്തിൻ്റെ നിറം ചാർത്തിയിരിക്കുന്ന അഖിലാണ്ടത്തിൻ്റെ രക്ഷിതാവ്, he is the most compassionate and empathetic counselor. He is the great God of heaven. He is the Lord of the Sabbath. He is the greatest physician ever known, and every disease will submit under his feet and before his face. പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന മഹാപുരോഹിതൻ നമ്മുടെ സർവ പ്രതികൂലങ്ങളെയും സർവ പാപങ്ങളെയും വഹിച്ച് നമുക്ക് വേണ്ടി മഹാപക്ഷപാതം ചെയ്യുന്ന ബ്രോഡ്വേ അജണ്ടയെ തിരസ്കരിച്ച യേശു മഹാരാജാവ്, ആ യേശു മഹാരാജാവിനെ ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടിയിരിക്കണം. ഈ സാബത്തിൽ അവൻ്റെ സ്വാഗതാർഹമായ അനുഗ്രഹീതമായ മുഖത്തെ, അവൻ്റെ ഗത്സമനയിലെ പ്രാർത്ഥനയെ, അവൻ്റെ കാൽവരിയിലെ മഹായാഗത്തെ പ്രവാചകനായ യേശയ്യാവ് പ്രഖ്യാപിക്കുന്നു. ബൈ ഹിസ് സ്ട്രൈപ്സ് യു ആർ ഹീൽഡ്. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ രക്ഷ കരഗതമാക്കിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകവ്യാപകമായിട്ട് ക്രിസ്ത്യാനികൾ അപകടത്തിലായിരിക്കുന്ന ഈ മധ്യാഹ്നത്തിൽ ഞാൻ കണ്ട വലിയ ഉപദേഷ്ടാക്കന്മാരനോട് ചോദിച്ചു, ഈ നീങ്ങിപ്പോയ ശാപത്തെല്ലാം വേണ്ടി നിങ്ങൾ എന്തിന് കഷ്ടപ്പെടുന്നു? അയ്യോ കഷ്ടം. നീങ്ങിപ്പോയ സാബത്ത്, വിശുദ്ധ സാബത്ത് നീങ്ങിപ്പോയെങ്കിൽ യേശുക്രിസ്തുവും നീങ്ങിപ്പോയി. കാരണം യേശുക്രിസ്തുവിൻ്റെ സ്വഭാവ സ്ഥൈര്യതയാണ് വിശുദ്ധ സാബത്ത്. ലൂക്കോസ് 2:82 അവൻ പതിവ് പോലെ ശബത്തിൽ പള്ളിയിൽ വായിപ്പാൻ ആസ് ഹിസ് കസ്റ്റം വാസ്. നമുക്ക് വായിക്കാം ലൂക്കോസ് 2:80, ലൂക്കോസ് 2:82, 4:16. അവൻ വളർന്ന നസ്രത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. His custom, his demeanor, his behavioral pattern was Sabbath, and he proclaimed. എന്താണ് അവൻ പ്രസംഗിച്ചത്? വിശുദ്ധ യെശയ്യാവിന്റെ പ്രവചനം 61:1-2 വായിക്കാം. A message of deliverance. വായിക്കൂ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ he was anointed to proclaim the good news. അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും deliverance to the underprivileged and to the trampled and to the beggars and to the underprivileged. The privilege is yours in Jesus Christ today. കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. Acceptable year of the Lord. അതാണ് യേശുക്രിസ്തു പ്രസ്താവിച്ചത്. അതാണ് ഇന്ന് പ്രൊട്ടസ്റ്റാന്റ് ലോകത്തിന് വേണ്ടാത്തത്. ഞാൻ അനവധി പ്രൊട്ടസ്റ്റാന്റ് പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്, വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിത്വത്തിൻ്റെ തെളിവ് 8 വാക്യങ്ങളിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു തകർന്ന സൗധമാണ് ഞായറാഴ്ച ആചാരം.
The Sunday worship is built upon 8 weak pillars. ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ സുവിശേഷങ്ങളിലൂടെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഈ 8 സൗധങ്ങൾ, 8 വാക്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുമുട്ടാം. വിശുദ്ധ സാബത്തിന് വിപരീതമായിട്ട് ലോക ക്രിസ്ത്യാനിത്വം പാപ്പാത്വത്തിന്റെ നുകത്തിൻ കീഴിൽ അണിനിരന്നിരിക്കുമ്പോൾ, that is a Broadway agenda. Shun that today. ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ, ബഹുമാനപ്പെട്ട പോപ്പ് ഇറാനിലെ മൊസൂൾ പട്ടണത്തില് രക്തസാക്ഷികളായവരുടെ അമ്മയപ്പന്മാരെയും മറ്റും കണ്ട് അനുതപിക്കുന്നൊരു ചിത്രമുണ്ട്. അദ്ദേഹം ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും കത്തോലിക്ക ദേവാലയം പുരോഹിതന്മാരും ചെയ്തിരിക്കുന്ന വേണ്ടാധീനങ്ങൾക്ക് അദ്ദേഹം മാപ്പ് പറയുന്നുണ്ട്. ഇതൊന്നുമല്ല ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ബ്രോഡ്വേ അജണ്ടയെ സമ്പൂർണമായി തിരസ്കരിച്ചുകൊണ്ട് you have to shun the whole Broadway agenda now. എന്താണ് ഇന്ന് ക്രിസ്ത്യാനിത്വത്തിലുള്ള ബ്രോഡ്വേ അജണ്ട? ഇന്നത്തെ സ്വർണ്ണാഭരണങ്ങളാണ്. പ്രായച്ചിത്തമെടുത്ത് വിശുദ്ധ വേദപുസ്തകത്തെ പിന്തുടരുന്ന സഹോദരികളും സഹോദരന്മാരും നീണ്ട മാലയും താലിമാലയും പൊന്നരഞ്ഞാണങ്ങളും മോതിരങ്ങളും മേക്കാമോതിരങ്ങളും മൂക്കുകുത്തികളും ഈ ഹൈന്ദവ സംസ്കാരത്തിന്, ഈ പെയ്ഗൻ വ്യവസ്ഥിതിക്ക് വേദപുസ്തകത്തെ പിന്തുടരുന്ന നിങ്ങൾ അറിയാതെ അടിമകളാണോ? Today is the day. You amend your ways now. The Holy Spirit asks you. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട്, അഥവാ അത് പ്രത്യേക സുരക്ഷിത സ്ഥാനങ്ങളിൽ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പാസ്റ്റർമാരെ ഏൽപ്പിച്ചുകൊണ്ട് ജീവന്റെ നദിയിൽ ഭാഗഭാക്കുകളാകുന്നതിന്, ജീവന്റെ വൃക്ഷത്തില് ഭാഗഭാക്കുകളാകുന്നതിന് വേണ്ടി ബ്രോഡ്വേ അജണ്ടയെ തിരസ്കരിക്കുവീൻ. ഷൻ ദ ബ്രോഡ്വേ അജണ്ട. നിങ്ങൾ ടി വിക്കും സീരിയലുകൾക്കും അടിമകളാണോ? എന്നോടൊരാൾ പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഭാര്യനെയും ഭർത്താവിനെയും കണ്ടില്ലെങ്കിലും മക്കളെ നോക്കിയില്ലെങ്കിലും ആ 9:30 മണി നേരത്തെ സീരിയല് അപകടത്തിലാണ്. ഇന്ത്യൻ ക്രിസ്ത്യാനിത്വവും ലോക ക്രിസ്ത്യാനിത്വവും സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരും അപകടത്തിൽപ്പെട്ടു പോകരുത്. അലങ്കൃതമായ സിനിമാ തിയേറ്ററുകളും നാടകശാലകളും കോവിഡ് മൂലം 1 കൊല്ലക്കാലം വിശ്രമത്തിന് ശേഷം വീണ്ടും രംഗപ്രവേശം ചെയ്യുകയാണ്. സെക്കൻഡ് ഷോകൾക്കും ഫസ്റ്റ് ഷോകൾക്കും മറ്റു ഷോകൾക്കും വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ഇന്നലെ മുതൽ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സിനിമാ തിയേറ്ററുകളിൽ പോകേണ്ട, നിങ്ങളുടെ ടി വിക്ക് നിങ്ങൾ അടിമയാണെങ്കിൽ നിങ്ങളുടെ വീട് ഒരു തിയേറ്ററാക്കി തീർക്കാം. എന്നെ കേൾക്കുന്ന യൗവനക്കാര്, my dear young people, you should be aware, you should be thankful to the Almighty God, and before you enter into the marriage and of sanctity of that great list, pray fervently on the knees. നിങ്ങളുടെ നവവരനെയോ വധുവിനെയോ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് മുട്ടിന്മേൽ പ്രാർത്ഥനാ നിരതരായിരിക്കണം. The marriage can wreck or make you. വിവാഹത്തിന് നിങ്ങളെ തകർക്കുവാനോ നിർമ്മിക്കുവാനോ സാധിക്കും. ഒരാളിയുടെ എൻ്റെ അടുക്കൽ പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടെ അലങ്കൃതമായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം. അനവധി പേര്
വിവാഹമോചനത്തിനു വേണ്ടി യാചിച്ചുകൊണ്ട് ഗവൺമെന്റ് ഏജൻസികളുടെയും കോടതികളുടെയും മുമ്പാകെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ മരണം വേർപെടുത്തുന്നത് വരെ ഒരു വലിയ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ ദമ്പതികൾ ഇന്ന് അപകടത്തിലാണ്. നിങ്ങൾക്കൊരു ധ്യാനത്തിൽ വെച്ച് കല്യാണം കഴിക്കുവാനും മറ്റൊരു ധ്യാനത്തിൽ വെച്ച് ഉപേക്ഷിക്കുവാനുമുള്ള ഒരു സ്ഥാപനമല്ല യേശു ക്രിസ്തു ഏദൻ പർദീസയിൽ സ്ഥാപിച്ചത്. The marriage is a sacred institution. 3, നിങ്ങളുടെ തീറ്റ കുടി. അനവധി പേര് ചിന്തിക്കുന്നത് എന്തും തിന്നാം, എന്തും കുടിക്കാം, കബാബും പഫും അതുപോലെ ശീതള പാനീയങ്ങളും ബെവറേജുകളും ചാരായം കലർന്ന മറ്റ് മദ്യങ്ങളും മയക്കുമരുന്നുകളുടെയും എല്ലാം അധീനതയിലുള്ള ബ്രോഡ്വേ അജണ്ടയോടുകൂടെ സഞ്ചരിക്കുന്ന ഈ ലോകത്തിൽ ടുഡേയ്സ് പീപ്പിൾ ആർ ഗോയിങ് ത്രൂ ദ റോങ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ഓഫ് ബെവറേജസ് ആൻഡ് ഡ്രഗ്സ് ആൻഡ് forbidden food, the anxious eaters of the flesh foods. നിങ്ങൾ ഏതിനിലേക്ക് തിരിച്ചു വരുന്നതിന് ഇന്ന് മധ്യാഹ്നത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രചോദനം തരികയാണ്. You have to come back to the style of Eden. പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ശുദ്ധജലവും അടങ്ങുന്ന ഒരാഹാരം. നിങ്ങളുടെ ആഹാരത്തിനും കുടിക്കും തീറ്റയ്ക്കും വ്യതിയാനം amend your ways. കാരണം വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, വിശാല വഴിയിൽ അനേകർ സഞ്ചരിക്കുകയാണ്. ഡാൻസുകളിലും ചൂതാട്ടങ്ങളിലും ഇന്നത്തെ സർക്കാരുകൾ നിലനിൽക്കുന്നത് ഭാഗ്യക്കുറിയിലൂടെയാണ്. എന്നും ഭാഗ്യക്കുറി. അതിനുവേണ്ടി 10,000 പെട്രോൾ പമ്പുകളിലും റോഡുകളിലും വഴിവക്കുകളിലും. ഒന്നെടുക്കൂ സർ, ഭാഗ്യക്കുറി ചൂതാട്ടത്തില് അമേരിക്കയില് മെഷീൻ ചൂതാട്ടങ്ങളില് ജനലക്ഷങ്ങൾ അകപ്പെട്ട് നട്ടം തിരിയുമ്പോൾ അവരുടെ ബ്രോഡ്വേജ് അജണ്ട പുട്ട് എ സ്റ്റോപ്പ്. നിങ്ങൾ ദൈവത്തിന് അനുകൂലരാകുന്നതിന് വേണ്ടി നിങ്ങളുടെ പദ്ധതികൾക്ക് നവീകരണം വരുത്തേണ്ടിയിരിക്കുന്നു. നമ്പർ 4, നിങ്ങളുടെ വായന. വാട്ട് ആർ യു റീഡിംഗ്? Are you reading fiction and fictitious novel and criminal stories and crime thrillers? How much time you are taking to meditate upon the word of God? സങ്കീർത്തനം 119 105, Psalms 119 105. Thy word is a lamp unto my feet and a light unto my. സങ്കീർത്തനം 119 105. നിന്റെ വചനം എന്റെ കാലിന് ദീപവും നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. Broadway agenda. The word of God says, shun it now. You enter into the narrow path. ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിലേക്ക് വരുവീൻ. Come my people. എന്നെ കേൾക്കുന്ന ശ്രോതാക്കള്, ബ്രോഡ്വേ അജണ്ടയിൽ നിമഗ്നരായിരിക്കുന്ന നിങ്ങളോട് സ്നേഹപൂർവ്വം ദൈവത്തിന്റെ ആത്മാവ് ക്ഷണം തരികയാണ്. പാതകളെ നവീകരിക്കുവീൻ. Straighten your ways. ഇന്ന് കേരളത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി സുധാകരന്റെ നിർദ്ദേശപ്രകാരം പട്ടണങ്ങളിലെയും ഗ്രാമങ്ങളിലെയും റോഡുകൾ വളരെ പരിഷ്കരിക്കപ്പെട്ട സഞ്ചാരയോഗ്യമാക്കി. അത്ഭുതാവഹമായ നേട്ടം. എന്നാൽ വേദപുസ്തകം പറയുന്നത് ടാറിട്ട് അത്ഭുതകരമായ റോഡുകളെ പറ്റി മാത്രമല്ല.
വേദപുസ്തകം the Bible declares, വിശുദ്ധ മത്തായി 7:14, ഇടുക്ക് പാതയിലൂടെ കടപ്പിൻ. 7:14, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ the path to eternity ഇടുക്കവും വഴി ഞെരുക്കവും is ഉള്ളത്. narrow and the route is very confined and congested. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. Those who seek and find this path is very few in number. Narrow path is absolutely contrary to the Broadway agenda. ഈ ഇടുക്ക് വഴി നിങ്ങളെ ഞാൻ മൂന്നാറിലേക്ക് ക്ഷണിക്കുകയാണ്. മൂന്നാർ ദേവികുളം റോഡ്, അഥവാ പഴയ മൂന്നാർ പുതിയ മൂന്നാർ റോഡ്. നമ്മൾ പേടിയോടുകൂടെ മാത്രമേ ഒരുത്തനവിടെ വണ്ടി ഓടിക്കുവാനും ഒരു ബസ്സിൽ പലപ്പോഴും നമ്മൾ ശ്വാസം, കാരണം അതിലെ വളവുകൾ അതിഭയങ്കരമാണ്. വെരി ഷാർപ്പ് കർവ്സ്. എതിർഭാഗത്തുനിന്ന് വരുന്ന വണ്ടിയുമായിട്ട് കൂട്ടിമുട്ടുക, അഗാധ കൊക്കകളിൽ 2 ബസ്സിലെയും 100 ആളുകളും അപ്പോൾ തന്നെ മരിച്ചു പോകും. ഓരോ വളവ് തിരിയുമ്പോഴും അതിവിദഗ്ധന്മാരായ ഡ്രൈവർമാര് ചിലര് നിർത്തി ഹനുമാനും പുണ്യവാളന്മാർക്കുമെല്ലാം നേർച്ചയിടുന്നത് കാണും. ഹനുമാനും പുണ്യവാളന്മാർക്ക് നേർച്ചയിടേണ്ടതല്ല ഇന്നത്തെ ആവശ്യം. മറിച്ച് സുരക്ഷിത ഡ്രൈവിംഗ് നിയമങ്ങളെ പാലിച്ച് അതീവ ജാഗ്രതയോടുകൂടെ മുട്ടി തകർന്നടിയാതെ സന്ദർഭോചിതമായ ആ വാഹനത്തെ അതിൻ്റെ നിയന്ത്രണം, അതിൻ്റെ സ്റ്റിയറിംഗ് യേശുവിനെ ഏൽപ്പിക്കണം. I appeal to you, my friends. You commit and submit your lives in the grand steering wheels of Jesus the Master. അവന്റെ കരങ്ങൾ അതിബൃഹത്താണ്, വളരെ വിപുലനും ധാർഷ്ട്യക്കാരനും അതിശക്തിമാനുമായിരുന്ന പത്രോസ്, അവൻ കടലിന്മേൽ ഞാൻ നടക്കട്ടെ നടക്കുവാൻ ചൊല്ലി മിനിറ്റുകൾക്കുള്ളിൽ വെള്ളങ്ങളിൽ താഴ്ന്നു പോകുവാൻ തുടങ്ങിയ പത്രോസിനെ കൈ കൊടുത്ത് രക്ഷിക്കുന്ന യേശുക്രിസ്തു, ഇടുക്കുപാതയുടെ വക്താവായ the spokesperson of the narrow path is Jesus the Christ. ഇടുക്കുപാതയുടെ വക്താവ് യേശുക്രിസ്തുവാണ്. അനന്യനായ അത്ഭുത പ്രഭാവത്തിന്റെ ഉടമസ്ഥനായ, ഗത്സമനയില് പ്രാർത്ഥിച്ച, കാൽവരി കുരിശില് ഡംഭികൾക്കും അഹങ്കാരികൾക്കും അവനെ പഴി പറഞ്ഞവർക്കും ക്ഷമ കൊടുത്ത, കയ്യഫാവിനും ഹെറോദാവിനോടും ക്ഷമിച്ച, പീലാത്തോസിന് ക്ഷമ കൊടുത്ത യേശു മഹാരാജാവ്, അവൻ ജീവന്റെ ഉടമസ്ഥനാണ്. He is the very source of life. യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4:12, ഞാൻ മുഖാന്തരമല്ലാതെ മറ്റൊരു വഴിയും രക്ഷയ്ക്ക് പ്രാപ്യമല്ല. The narrow path is the only path. The narrow path is the established path of God. ആ ഇടുക്കു വഴി മുള്ളും പറക്കാരെയും പ്രയാസങ്ങളും
രോഗങ്ങളും കഷ്ടപ്പാടുകളും അസൂയയും പഴിചാരലും എല്ലാ വ്യാകുലങ്ങളുടെയും ഉറവിടമായ ചൂസ് ദാറ്റ് പാത്ത് നൗ. ആ ഇടുക്കുപാതയെ നിങ്ങൾ സ്വീകരിക്കണം. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിന്റെ വക്താക്കളും സുവിശേഷകന്മാരും പ്രസംഗകന്മാരും ഗ്രന്ഥ സുവിശേഷകന്മാരും അമ്മമാരും യുവതീ യുവാക്കളും അതിൻ്റെ സ്ത്രീ സ്വാധീനം കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കണ്ടു. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് വിമൻസ് മിനിസ്ട്രീസ് വമ്പിച്ച പ്രസംഗങ്ങളും പ്രാർത്ഥനകളും സാബത്ത് സ്കൂൾ പഠിപ്പിക്കലുകളും പാട്ടുകളും അവര് വ്യാപകമായി ജനങ്ങളെ രക്ഷിക്കുന്നതിന് ഇടുക്കുപാതയുടെ വക്താക്കളായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. The time has come. The Seventh Day Adventist International Global Movement should utilize the women power to proclaim the good news, to hasten the coming of, to proclaim the narrow path contrary to the broad way path. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ലോകമാസകലം വിഗ്രഹാരാധനയും വെറിക്കൂത്തുകളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും ചായ കാപ്പി മുതലെല്ലാം മദ്യലഹരിയിലും അകപ്പെട്ടിരിക്കുമ്പോൾ, മയക്കുമരുന്നിന്റെ പിടിയിൽ അകപ്പെട്ട ആഗോള വ്യാപകമായ സമ്പദ് വ്യവസ്ഥിതിയുടെ തകർച്ചയില് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, "Ye be seekers of the narrow path." ഇടുക്കുപാതയെ അന്വേഷിക്കുന്ന ചെറിയ കൂട്ടത്തിന്റെ അംശങ്ങളായി തീരുവിൻ. ലോകവ്യാപകമായിട്ട് ക്രിസ്ത്യാനിത്വം ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് ഒരു തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, കുർബാനകളിലും പുണ്യവാന്മാരുടെ ആരാധനകളിലും മനുഷ്യനിർമ്മിത തൊഴുത്തുകളിലും ക്ഷേത്രങ്ങളിലും മനുഷ്യനിർമ്മിത പൂജാരികളും വ്യവസ്ഥിതികളും സംഘടിതമായിട്ട് വേദരഹിതമായ യേശുവില്ലാത്ത ഒരു മതത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഭീകരവാദത്തിലും ഭൗതികവാദത്തിലും പ്രേതാത്മവാദത്തിലും അകപ്പെട്ടിരിക്കുമ്പോൾ, ഇതെല്ലാം ബ്രോഡ്വേ അജണ്ടകൾ. ലക്ഷോപലക്ഷം ആളുകൾ, സന്യാസിമാരും ആചാര്യന്മാരും അമ്മമാരും അമ്മസൂക്തങ്ങളും എല്ലാം നിലനിൽക്കുന്നൊരു ലോകത്തില് ഗിരിപ്രഭാഷണത്തിന്റെ ഉടമസ്ഥനായ യേശു പ്രഖ്യാപിക്കുന്നു, "My people, you be seekers of the narrow path." ഇടുക്കവും ഞെരുക്കവുമുള്ള സെവന്ത് ഡേ അഡ്വന്റിസത്തിന്റെ ചരിത്രം വളരെ വലുതാണ്. 1850 കാലഘട്ടങ്ങളിൽ 40 കാലഘട്ടങ്ങളിൽ 1860 കാലഘട്ടങ്ങളിൽ ജെയിംസ് വൈറ്റ് എന്ന പ്രഥമ ജനറൽ കോൺഫറൻസ് പ്രസിഡന്റ്, സഹോദരി വൈറ്റിന്റെ ബഹുമാനപ്പെട്ട ഭർത്താവ്, അവർ റെയിൽ പാതകളിൽ ജോലിയെടുത്ത് ആ കൂലി കൊണ്ട് വിശുദ്ധ സാബത്തിന്റെ പ്രത്യേകതയെ ലഘുലേഖകളിലൂടെ അവതരിപ്പിച്ച ജെയിംസ് വൈറ്റും കപ്പിത്താനായിരുന്ന ജോസഫ് ബെയ്റ്റ്സുമെല്ലാം അഖില ലോക പ്രവചനത്തെ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികളാണ്. അവര് ഇടുക്കുപാതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ പ്രഖ്യാപിച്ച് ആ പ്രത്യാശയിൽ അവർ അവരുടെ അന്ത്യശ്വാസത്തിൽ ഉറങ്ങുകയാണ്. The predecessors and the great church leaders and the forerunners of this great movement, they suffered hunger, they suffered epidemics, they suffered illiteracy, they suffered
innumerable hazards. They overcame the hazards in the name of Jesus the Christ. അവരുടെ പരാധീനതകളെ യേശുവായ ആ ശ്രേഷ്ഠ മഹാപുരോഹിതനില്, സൗഖ്യദായകനായ യേശുവിൽ അവര് ശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ ലോകവ്യാപകമായ ത്രിവിധ ദൂതുകളുടെ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവഭാഷയിലും സർവഗോത്രങ്ങളിലും സർവവംശജരോടും ആകാശത്തെയും ഭൂമിയെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ നമസ്കരിപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഒന്നാം ദൂതന്റെ ദൂത് ഈ കാലഘട്ടത്തിലെ ഇടുക്ക് പാതയുടെ പ്രസ്താവനയാണ്. ഇത് നമ്മൾ എത്ര ധൈര്യത്തോടുകൂടെ, എത്ര സമർപ്പണത്തോടുകൂടെ കുറ്റപ്പുഴയിലും കൗടിയാറിലും തൃശ്ശൂരിലും അഞ്ചുവിളക്കിലും കൊടുങ്ങല്ലൂരിലും വെടിവെച്ചാൻ കോവിലും ഞാൻ ബാലരാമപുരത്ത് കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കുകയായിരുന്നു. 60 പേരടങ്ങിയ സംഘം, നല്ല പാട്ടുകള്, നല്ല നേർച്ചകള്, സഹോദരി വൈലറ്റിൻ പാസ്റ്റർ സനിൽകുമാറിന്റെ സഹായത്തോടുകൂടി ഉണ്ടാക്കിയ നല്ല ഭക്ഷണം, ഇതെല്ലാം ആ സാപത്താരായ പ്രചോദക ഘടകങ്ങളായിരുന്നു. 60 പേര് എന്നോടൊപ്പം തീരുമാനിച്ചു, ലോകാവസാനം വരെ ഇടുക്കുപാതയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന പാവപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ സദയം സമർപ്പിക്കുന്നു. എ ഗ്രേറ്റ് കമ്മിറ്റ്മെന്റ്. 1888 മിന്നിയാപോളിസ് സമ്മേളനത്തില് സഹോദരി വൈറ്റിന്റെ പ്രസ്താവന ശ്രമിച്ചതിന് ശേഷം വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വലിയ തത്വത്തിന് റൈറ്റ്യസ്നെസ് ബൈ ഫെയ്ത്ത് ഇൻ 1888 Minneapolis conference paved the new way for the Seventh-day Adventism to proclaim the narrow path. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, പാസ്റ്റർമാരെ, വിശ്വാസികളെ, മൂപ്പന്മാരെ, ഇടയന്മാരെ, ഡോക്ടർമാരെ, അധ്യാപകരെ, ഗ്രന്ഥസുവിശേഷകരെ, പ്രിയപ്പെട്ട എളിയ ഒരു മാതാവേ, നിങ്ങൾ ആരായിരുന്നാലും യു ആർ സോ ഇമ്പോർട്ടൻറ്റ്. അതീവ പ്രാധാന്യമർഹിക്കുന്നവരാണ് നിങ്ങൾ. കാരണം 3 മാലാഖമാരുടെ ദൂതുകളെ പേറിക്കൊണ്ട് ജലപ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ജനതയെ അന്ന് മുൻനിർണയപ്രകാരം മുന്നറിയിപ്പ് കൊടുത്ത നോഹ എന്ന ദൈവമനുഷ്യനും അദ്ദേഹത്തോടൊപ്പം രക്ഷപ്പെട്ട മറ്റ് 7 പേരും ദൈവത്തിൻ്റെ നോഹ മുഖാന്തരം പ്രഖ്യാപിച്ച പെട്ടകത്തില്, നിർമ്മിച്ച പെട്ടകത്തില് 120 കൊല്ലക്കാലത്തെ പ്രസംഗത്തിന് ശേഷം അത് പണിത ആശാരിമാരുൾപ്പെടെ നഷ്ടപ്പെട്ടു. നോഹയും കുടുംബവും അവരുടെ മക്കളും ആ 8 അംഗ സംഘം അന്നത്തെ ഇടുക്കുപാതയെ അന്വേഷിച്ചവരും കണ്ടെത്തിയവരും അവർ മാത്രം. They were the only people who came across and recognized and diagnosed the narrow path. വെളിപ്പാട് 12:17 ദൈവകൽപ്പന പ്രമാണിക്കുന്ന യേശുവിൻ്റെ സാക്ഷ്യമുള്ള അന്താരാഷ്ട്ര ലവോദിക്ക സഭയായ സെവന്ത്-ഡേ അഡ്വെന്റിസ്റ്റ് പ്രസ്ഥാനം മുഴുവൻ ലോകത്തിനും ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇന്നത്തെ നോഹയുടെ പെട്ടകമായ ഈ സെവന്ത്-ഡേ അഡ്വെന്റിസ്റ്റ് കപ്പലിലേക്ക് ജാതി മതഭേദമന്യേ ഇടുക്കുവഴിയെ കാംക്ഷിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കടന്ന് ഒരു സുരക്ഷാ പട്ടണമെന്ന നിലയിൽ, അന്ന് പഴയ നിയമ കാലഘട്ടത്തിൽ രക്ഷാസങ്കേതങ്ങളുണ്ടായിരുന്നു. കുഷ്ഠരോഗികൾക്കും മറ്റ്
തീരാ വ്യാധി പിടിച്ചവരെയും മാറ്റി താമസിപ്പിച്ചുകൊണ്ട്. ഇന്നത്തെ ഐസൊലേഷൻ, ക്വാറന്റൈൻ പഴയ നിയമ വേദപുസ്തകത്തിലെ ഒരു നിയമത്തെ ഇന്നത്തെ സർക്കാർ എടുത്ത് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ലേവ്യരുടെ പുസ്തകവും മറ്റും നിങ്ങൾ വായിക്കുമ്പോൾ ആ ക്വാറന്റൈനെ പറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ലോകാവസാനം അതിൻ്റെ 12-ാം മണി നേരത്തിലേക്ക് ആഞ്ഞ് സഞ്ചരിച്ച ആ ക്ലോക്ക് അടിക്കുന്നതിന് നാഴിക വളരെ പരിമിതമായിരിക്കുന്ന ഈ മധ്യാഹ്നത്തിൽ will you surrender your lives to the narrow path, and will you be counted as members seeking the narrow path for safety and eternity? നിത്യതയ്ക്കും യേശുവിൻ്റെ നിതാന്ത സംരക്ഷണത്തിനും വേണ്ടി പുതിയ ഭൂമിയുടെ അവകാശികളാകുന്നതിന്, പുതിയ യെരൂശലേമിൻ്റെ പൗരത്വം സ്വീകരിക്കുന്നതിന്, in order to receive the citizenship of the New Jerusalem and the heirs of the new earth, ഇടുക്കുപാതയെ സ്വാഗതം ചെയ്യുന്നതിന് ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ എത്ര പേർ നിങ്ങൾക്ക് വേണ്ടി ഡോക്ടർ ബിന്നിത സാമുവൽ പ്രത്യേക പാട്ട് പാടുമ്പോൾ ബ്രോഡ്വേ വിശാല പാതയെ ഉപേക്ഷിച്ചുകൊണ്ട്, നിങ്ങളുടെ മാനുഷികമായ താല്പര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, യേശു ക്രിസ്തു പ്രഖ്യാപനം ചെയ്ത രക്ഷാപദ്ധതിയെ വലയം ചെയ്തുകൊണ്ട്, ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ട്, സാബത്ത് അനുഷ്ഠിച്ചുകൊണ്ട്, നിത്യരാജ്യത്തിൻ്റെ സന്തതികളായി തീർന്നുകൊണ്ട്, മാനസാന്തരപ്പെട്ടുകൊണ്ട്, പുതിയ വായനാശീലവും പുതിയ ഭക്ഷണശീലവും അഭ്യസിച്ചുകൊണ്ട്, പരിശുദ്ധാത്മ സഹായത്തോടുകൂടെ ദൈവദൂതന്മാരുടെ ആ ആലിംഗനത്തോടുകൂടെ സഞ്ചരിക്കുന്നതിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ സഞ്ചാരത്തില് സഹസഞ്ചാരികളായിത്തീരുന്നതിന് യേശു ക്രിസ്തു നയിക്കുന്ന ദിവ്യ പ്രകാശ വലയത്തില് വിശാലപാതയുടെ എല്ലാ അംശങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, ഇടുക്കുപാതയുടെ ഞെരുക്കത്തിലും അതിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളിലൂടെയും ദൈവകൽപ്പനകളെ അനുസരിച്ച് യേശുവിൻ്റെ സാക്ഷ്യമാകുന്ന പ്രവചനത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊണ്ട് നിത്യതയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകളിന്മേൽ യു ക്യാൻ സ്റ്റാൻഡ് ഓൺ യുവർ ലെഗ്സ് ആസ് ദ പ്രേയർ ഈസ് ഓഫേർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട കർത്താവേ, നീ അഖിലാണ്ടത്തിൻ്റെ പിതാവും നിർമ്മാതാവുമാകയാൽ സ്തോത്രം. നിന്റെ സ്വരൂപത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന, ഞങ്ങൾക്ക് വന്നിരിക്കുന്ന വൈകല്യങ്ങളെ തിരുത്തുന്നതിന് ഞങ്ങൾ തയ്യാറായി വിനയാന്വിതരായി നിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിക്കണം. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം. ഞങ്ങളുടെ തീറ്റയുടെയും കുടിയുടെയും വായനയുടെയും അണിഞ്ഞൊരുക്കങ്ങളുടെയും എല്ലാം സ്വഭാവത്തിന് ആമൂല പരിവർത്തനം വരുന്നതിന്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ, പഴയതെല്ലാം കഴിഞ്ഞു. ബിഹോൾഡ് ഓൾ തിങ്സ് ഹൗ ബിക്കം ന്യൂ, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം പ്രഖ്യാപിച്ചുകൊണ്ട് നിത്യരാജ്യത്തിൻ്റെ അംശങ്ങളായിത്തീരുന്നതിന് ഏവരെയും സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ. യേശുവായ ക്രിസ്തുവേ, വേഗം വരേണമേ. താങ്ക് യു. ദൈവത്തിൻ്റെ ദിവസം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും ഹൃദയസ്പർശിയുമായ ദൂത് നൽകിയ പ്രിയ കർത്തദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഓരോരുത്തരും നാം ഏത് വഴിയാണ് സഞ്ചരിക്കുന്നത്, നാം ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നുള്ളതായ
സ്വർഗീയ ദൂത് പങ്കുവച്ച പ്രിയ കർത്താസിനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പ്രിയ കർത്താസിനെ നന്ദി അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ ശുശ്രൂഷയുടെ തുടർച്ചയായിട്ട് നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് 949 ഗാനം നമുക്ക് ചേർന്ന് പാടാം. സിയോൻ സഞ്ചാരിയാ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരിയാ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരിയായ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥന് മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ. നാഥന് മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനാ. സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലെടുത്ത സ്നേഹം കുറഞ്ഞു പോയിടാ. ശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലെടുത്ത സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻ കരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിടും. നന്മയെ തൻ കരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിടും. സിയോൻ സഞ്ചാരിയായ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരിയായ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ശുശ്രൂഷയുടെ അവസാനമായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ശബ്ദ അനുഭവം ദൈവമേ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്ക് നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ച, ഈ ഒരവസരം ലഭിക്കാതെ അനേകായിരങ്ങൾ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ദൈവമേ ഏറ്റവും വേദനയോടെ ജീവിക്കുന്ന ഈ നാളുകളിൽ പിതാവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നിരിക്കുന്ന മഹനീയമായ സന്തോഷത്തിനായും സമാധാനത്തിനുമായ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പച്ച, പിതാവേ, ഇന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ദൂത് അങ്ങ് നൽകി കൃപിക്കാന്നോട് സ്തുതിക്കുന്നു. അതിനുവേണ്ടി എൻ്റെ ദൈവം അങ്ങ് ഒരുക്കി പ്രിയ കർത്താസനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വയൽപ്രദേശത്ത് പിതാവേ ഏറ്റവും ശക്തിയോടുകൂടി എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ ദൈവമേ ശക്തിയോട് പ്രവേശിച്ചതിൻ്റെ മാനം അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം പേർക്ക് ദൈവത്തിൻ്റെ സത്യത്തെ വിളിച്ചോതുവാൻ വരും നാളുകൾ ഏറ്റവും ശക്തമായ എൻ്റെ ദൈവത്തെ ഉപയോഗിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ദൈവം ഈ നാടിൽ കേട്ട വചനത്തെ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. അടിയങ്ങൾ ജീവിക്കുന്ന ഈ കാലാന്ത്യത്തിൽ പിതാവേ, ദൈവമേ വളരെ വിശാലും ദൈവമേ പെരുപ്പുമുള്ള വഴികളൊക്കെയും ഉണ്ടാകുമ്പോൾ ദൈവമേ അങ്ങിൽ ആശ്രയിച്ചിട്ട് ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ വിശേഷ ദൈവമേ ഒരുക്കമുള്ള മക്കളായി ജീവിക്കുന്ന അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നാഥ ആ നിത്യജീവിലേക്കുള്ള വഴി വളരെ ഞെരുക്കമുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിതാവേ, അടിയങ്ങൾ ജീവിപ്പാൻ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അടിയനക്ക് കഷ്ടവും പ്രയാസവും ഉണ്ട് എങ്കിലും എൻ്റെ ദൈവമേ അങ്ങയുടെ വലിയ ആശ്വാസ ദൈവമേ പ്രത്യാശയുടെ വചനത്തിന് നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദൈവം അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് പിതാവേ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കും അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും അഗോചരും മഹത്വം നിന്നെ അറിയിക്കുന്ന വാർത്ത സ്വരത്തിന് നല്ല ദൈവമേ അപ്രകാരം ഏറ്റവും മഹത്വരും അഗോചരമായിരിക്കുന്ന കാര്യങ്ങൾ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് അടിയങ്ങൾക്ക് ആ ജീവൻ മറ്റു പൊന്നേശു നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണേ ജീവനുള്ള നല്ല ദൈവമേ. ആമേൻ. ഞങ്ങളുടെ പിതാവേ നാമത്തെ സ്നേഹമായി തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ സകലദോഷങ്ങളോട് വിളിക്കുമാറാകണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സന്നിഹിതരായിരിക്കുന്ന ദൈവമക്കളോടും ലോകത്താകമാനം ഉള്ള ശ്രോതാക്കളോടും രോഗശൈലി കഴിയുന്നവരോടും ഇവിടുത്തെ ശുശ്രൂഷകരോടും ഇന്നും എന്നും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ അയക്കാടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനിലായിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വരികനായ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുള്ളതായ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോട് ഉള്ളതായ എൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മളോട് വചനം സംസാരിച്ച പ്രിയ കർത്താസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രിയ മകനും ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ദൂതനായി അദ്ദേഹത്തെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെ ശ്രവിച്ച് ഓരോ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ ദിനം, കർത്തൃദിനമാം ശുഭ ആശിഷമേകും വിശുദ്ധ ദിനം, സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം, കർത്താവിനെ ആരാധിക്കുന്ന സൃഷ്ടാവാം ദൈവത്തെ ഓർക്കും ദിനം, കർത്താവിനെ ആരാധിക്കുന്ന ആശിഷമേകും വിശുദ്ധ